നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നഗരത്തിലെ ചില വ്യാപാര സ്ഥാപനങ്ങളുടെ ഇടപാടുകൾ സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന രീതിയിലുള്ള ഒരു വാർത്ത ഞങ്ങൾ കൊടുത്തിരുന്നത്. ഈ വ്യാപാര സ്ഥാപനങ്ങൾ വഴി നടക്കുന്ന ഇടപാടുകളിൽ ഹവാല ഇടപാടുകൾ ഉണ്ടോ എന്നും ഞങ്ങൾ സംശയിച്ചിരുന്നു. ഞങ്ങളുടെ സംശയത്തിന് കാരണം വലിയ അത്യാഡംബരപൂർണമായി കടകൾ ഒരുക്കുന്നു, റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഒരുക്കുന്നു. അതൊരു ജെൻസ് ഷോറൂമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുന്ന ഈ അത്തർ പോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളാകാം, അല്ലെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് പോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളാകാം. ഇവിടങ്ങളിലെല്ലാം വളരെ വൃത്തിയായി അല്ലെങ്കിൽ വളരെ അധികം പണം ചെലവാക്കി ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് നിർമ്മിക്കുന്നു. അതിൽ ധാരാളം സാധനങ്ങളുമുണ്ട്. പക്ഷേ ഈ കടകളിൽ വിൽപ്പന നടക്കുന്നതായോ ഏതെങ്കിലും തരത്തിൽ ആളുകൾ നിരന്തരം ആ കടകളിൽ കയറി ഇറങ്ങുന്നതായോ ഒന്നും ശ്രദ്ധയിൽപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ഇടപാടുകളാണ് അവിടെ നടക്കുന്നത് എന്നത് സംബന്ധിച്ച ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തിയത്. ഞങ്ങളുടെ സംശയം അതിന്മേൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു, ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ നൽകാനുള്ളത്. കേന്ദ്ര ഏജൻസി, അത് ഏത് ഏജൻസിയാണ് എന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. ഒരു കേന്ദ്ര ഏജൻസി ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്താൻ ആരംഭിച്ചിരിക്കുകയാണ്. ആ അന്വേഷണത്തിൽ ആ ഏജൻസിക്ക് വളരെ കൃത്യമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും സൂചനയുണ്ട്. അതായത് ഇത്തരം കടകൾ അല്ലെങ്കിൽ ഇത്തരം വ്യാപാര സ്ഥാപനങ്ങൾ അത് ഹവാല പണം ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നു എന്ന് സാധാരണ രീതിയിലുള്ള ചില സൂചനകളുണ്ട്. അതായത് ഈ ഹവാല ഇടപാടുകൾ പൂർണ്ണമായും അല്ലെങ്കിൽ പ്രധാനമായും നടക്കുന്നത് 4 ഉറവിടങ്ങളിൽ നിന്നാണ്. അതിലൊന്ന് നികുതി വെട്ടിപ്പ്, രണ്ടാമത്തേത് കുറ്റകൃത്യങ്ങളിലൂടെയും അഴിമതികളിലൂടെയും നേടുന്ന പണം, മൂന്നാമത്തേത് തീവ്രവാദ ഫണ്ടിങ്, നാലാമത്തേത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹവാല പണം. ഇതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹവാല പണവും നികുതി വെട്ടിപ്പിലൂടെ ഉണ്ടാക്കുന്ന പണവും കേരളത്തിൽ സുലഭമായി ഹവാല റൂട്ടിലൂടെ ഒഴുകുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മാത്രമല്ല, ഈ അടുത്ത കാലത്തായി തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പണമൊഴുക്കും ഹവാല മാർഗങ്ങളിലൂടെ നടക്കാറുണ്ട്. ഇത്തരം ഹവാല മാർഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഹവാല പണം ഇടപാടുകളെ ഒളിപ്പിക്കുന്നത് വളരെയധികം പണം അല്ലെങ്കിൽ ക്യാഷ് മുഖാന്തരം ഇടപാട് നടക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളിലൂടെയും ഒട്ടും യാഥാർത്ഥ്യമല്ലാത്ത എക്സ്പോർട്ട്, കയറ്റുമതി ഇറക്കുമതി ഇടപാടുകളിലൂടെയും അല്ല എങ്കിൽ ചെറിയ ചെറിയ എമൗണ്ടുകളായി പല അക്കൗണ്ടുകളിലായിട്ടൊക്കെ നിക്ഷേപിച്ച് എടുക്കുന്ന ലെയറിംഗ് ട്രാൻസാക്ഷൻസിലൂടെയും ഒക്കെയാണ്. ഇത്തരം ബിസിനസ് സ്ഥാപനങ്ങളിലൂടെ ഈ ഹവാല ഇടപാടുകൾ വളരെ സുഗമമായി നടത്താം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന പ്രവർത്തിച്ചിരുന്ന ഒരു സംസ്ഥാനമാണിത്. പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പണമിടപാടുകളെല്ലാം വളരെ സസൂക്ഷ്മം കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പണമിടപാടുകൾ ഒരു മറയിലൂടെ നടത്താൻ ഇത്തരം ചില ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഈ ഒരു പ്രത്യേക മതവിഭാഗം താമസിക്കുന്ന ചില ഏരിയകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കടകൾ സുലഭമായി കാണുന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം. അതായത് ഈ തിരുവനന്തപുരം നഗരത്തിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുണ്ട് എന്നും ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ കാര്യമായ ഇടപാടുകളൊന്നും നടക്കുന്നില്ല എന്നും എന്നാൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വൻ തുകകൾ വരുന്നു എന്നുമാണ് ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട്. ഞങ്ങൾക്ക് ലഭിച്ച സൂചന അനുസരിച്ച് ഈ തിരുവനന്തപുരം നഗര ഹൃദയത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു കടകളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടെന്നും ഈ കടകളുടെയൊക്കെ സമീപത്തുള്ള ഒരു പൊതുമേഖലാ ബാങ്ക്, ആ പൊതുമേഖലാ ബാങ്കിലൂടെ തന്നെ ഇത്തരത്തിലുള്ള പണം അല്ലെങ്കിൽ പണമിടപാടുകൾ, ഈ കടകളുടെ പണമിടപാടുകൾ നടക്കുന്നു എന്നുമാണ് ലഭിക്കുന്ന വിവരം. ഈ പൊതുമേഖലാ ബാങ്കിലേക്ക് പുതുതായി സ്ഥലം മാറി വന്ന ഒരു അസിസ്റ്റന്റ് മാനേജർ സംശയകരമായ ട്രാൻസാക്ഷനുകൾ പലതും കണ്ടുവെന്നും ഈ ട്രാൻസാക്ഷനുകൾ കണ്ട് ഭയന്ന് പിന്നീട് അത് തനിക്ക് പാരയാകുമെന്ന് വിചാരിച്ച് ആ ബാങ്കിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങിപ്പോയി എന്നുമാണ് ലഭിക്കുന്ന സൂചന. നമുക്കറിയാം, ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കൊക്കെ അവിടെ നടക്കുന്ന ഇടപാടുകളിന്മേൽ ഉത്തരവാദിത്വമുണ്ട്. നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്ന KYC അത് കേവലം ID കാർഡും അഡ്രസ് പ്രൂഫും വാങ്ങി ഫയൽ ചെയ്യലല്ല, മറിച്ച് നമ്മുടെ ബാങ്ക് ബ്രാഞ്ചിലൂടെ നടത്തുന്ന ഇടപാടുകൾ, ആ ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താവിനെയും കൃത്യമായി അറിഞ്ഞിരിക്കണം. ആ ഉപഭോക്താവ് ഏത് സ്രോതസ്സിൽ നിന്നാണ് പണം ബാങ്കിലേക്ക് അടയ്ക്കുന്നത്,
എന്നിങ്ങനെയൊക്കെയുള്ള വളരെ കൃത്യമായ വിവരങ്ങൾ ബാങ്ക് അധികൃതർ നേടിയിരിക്കേണ്ടതുണ്ട്. അല്ലാതെ നടക്കുന്ന ഇത്തരത്തിലുള്ള ദുരൂഹമായ ഇടപാടുകൾ, വൻ തുകകൾ ഇത്തരത്തിൽ ബാങ്കുകളിലേക്ക് ഒരു കടയുടെ പേരിൽ അടയ്ക്കുക, ആ കടയിൽ അങ്ങനെ അത്ര വലിയ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വിൽപ്പനയൊന്നും നടക്കാതിരിക്കുക, ഇത് ഏതൊരു ബാങ്ക് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചും ഒരു വലിയ സംശയമുണ്ടാക്കും. അത് ഭയമുണ്ടാക്കുന്നതാണ്. ഇത്തരം ട്രാൻസാക്ഷനുകൾ തടയേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തലവേദന എന്തിനാണ് എടുത്തു വയ്ക്കുന്നത് എന്ന് ആലോചിച്ചിട്ടാകാം ഈ പറയുന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സ്ഥലം മാറിപ്പോയത്, അവിടെ നിന്നും ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിപ്പോയത് എന്നാണ് ലഭിക്കുന്ന സൂചന. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ മുഖേന കോടികൾ മറിയുന്നുവെന്നും ഈ കോടികൾ ഒരുപക്ഷെ തീവ്രവാദ ഫണ്ടിംഗ് അടക്കമുള്ള ഹവാല റൂട്ടുകളാകാം എന്നുമാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. ഈ സൂചന അനുസരിച്ചിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും നടക്കുന്നത്. അവർക്ക് അതിന്മേൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. വരും ദിവസങ്ങളിൽ ഈ അന്വേഷണത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇത്തരം വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.